തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ തെരഞ്ഞെടുപ്പ് ഫലം നാളെ പുറത്തു വരികയാണ്. ഭാരതം മുഴുവൻ നോക്കിക്കാണുന്ന ഒരു റിസൾട്ടാണ് തിരുവനന്തപുരം നഗരസഭയുടേത്. CPM-ഉം BJP-യും നേരിട്ട് ഏറ്റുമുട്ടിയൊരു മത്സരമായിരുന്നു തിരുവനന്തപുരം നഗരസഭയുടേത്. അപ്പം ഇവിടെ CPM ഒരു തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ചില വിലയിരുത്തലുകളൊക്കെ നടത്തിയിട്ടുണ്ട്. അപ്പം ചില വാർത്തകൾ പറയുന്നത് അവിടെ ഈ ഒരു ഇലക്ഷനുമായി ബന്ധപ്പെട്ട് ചില പൊട്ടിത്തെറികൾ CPM-നുള്ളിൽ നടന്നിട്ടുണ്ട് എന്നാണ്. അപ്പം എന്താണ് ഇതിനെക്കുറിച്ച് പറയാനുള്ളത്? തീർച്ചയായിട്ടും ഈ ഇന്ത്യ മുഴുവനും ശ്രദ്ധിക്കുന്ന ഒരു തെരഞ്ഞെടുപ്പ് ഫലമാണ് തിരുവനന്തപുരം നഗരസഭയിൽ നാളെ പുറത്തു വരാൻ പോകുന്നത്. അത് നമുക്ക് എല്ലാവർക്കും അറിയുന്നതാണ്. തിരുവനന്തപുരത്ത് നഗരസഭ ഭരണം പിടിക്കാൻ വേണ്ടി BJP-യും അത് നിലനിർത്താൻ വേണ്ടിയിട്ട് CPM-ഉം, ഇവിടെ LDF-ഉം NDA-യും UDF-ഉം ഒക്കെ ഉണ്ടെങ്കിലും പ്രത്യക്ഷത്തിൽ CPM-ഉം BJP-യും നേരിട്ട് ഏറ്റുമുട്ടിയത് തിരുവനന്തപുരം നഗരസഭയിലാണ്. ഏറ്റവും ശക്തമായ മത്സരം നടന്നിരിക്കുന്നു. എന്നാൽ അപൂർവം ചില വാർഡുകളിൽ ശക്തമായ ത്രികോണ മത്സരം നടന്നിട്ടുണ്ട്. കാരണം കോൺഗ്രസിന് ശക്തമായി വേരോട്ടമുള്ള ചില വാർഡുകളെങ്കിലും തിരുവനന്തപുരം നഗരസഭയിലുണ്ട്. അവിടങ്ങളിലെല്ലാം, ഉദാഹരണത്തിന് പേട്ട വാർഡ്, അവിടെ ശക്തമായ ത്രികോണ മത്സരമാണ് നടന്നത്. അതുകൊണ്ട് തന്നെ ഈ പറഞ്ഞതുപോലെ ചില വാർഡുകൾ ഒഴിച്ചാൽ ബാക്കി എല്ലായിടത്തും CPM-ഉം BJP-യും നേരിട്ട് ഏറ്റുമുട്ടിയിരിക്കുകയാണ്. ഇത് സംബന്ധിച്ച് CPM-കാരും BJP-കാരും തെരഞ്ഞെടുപ്പിന് ശേഷം ചില വിലയിരുത്തലുകൾ നടത്തിയിട്ടുണ്ട്. BJP-യെ സംബന്ധിച്ച് അവർ നടത്തിയ വിലയിരുത്തൽ അനുസരിച്ച് ഒരു 55-ന് മുകളിൽ ഏതാണ്ട് 60 സീറ്റുകൾ നേടി അവർ അധികാരത്തിലെത്തും. തിരുവനന്തപുരത്തെ മേയർ ഇക്കുറി BJP-യിൽ നിന്നായിരിക്കും എന്ന ശുഭാപ്തി വിശ്വാസത്തിലാണ്. അത് മാത്രമല്ല, അവർ നേരത്തെ തന്നെ റിട്ടയർഡ് DGP ശ്രീലേഖ IPS-നെ മേയർ സ്ഥാനാർത്ഥിയായിട്ട് ഉയർത്തിക്കാണിച്ചുകൊണ്ടാണ് മത്സരത്തിനിറങ്ങിയത്. CPM-ഉം അതുപോലെ തന്നെ അവർക്കും മേയർ സ്ഥാനാർത്ഥിയൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ അവരത് BJP മുന്നോട്ട് വെച്ചതുപോലെ ഒരു ആത്മവിശ്വാസത്തോടു കൂടി CPM മുന്നോട്ട് വെച്ചില്ല. കാരണം അവർക്ക് കഴിഞ്ഞ വർഷത്തെ അനുഭവമുണ്ട്. കുന്നുകുഴിയിലെ സ്ഥാനാർത്ഥിയെ അവർ മേയർ സ്ഥാനാർത്ഥിയായിട്ട് ഉയർത്തി കാണിച്ചിരുന്നു. പക്ഷെ ആ സ്ഥാനാർത്ഥി തോറ്റുപോയി. ആ ദുരനുഭവം വെച്ചുകൊണ്ട് തന്നെ CPM ഇക്കുറി ഒരു മേയർ സ്ഥാനാർത്ഥിയെ ശക്തമായി ഉയർത്തി കാണിച്ചില്ല. എന്നാൽ ഉയർത്തി കാണിക്കാതെ ഇരുന്നുമില്ല. ഇതെല്ലാം കഴിഞ്ഞു, വോട്ടെടുപ്പൊക്കെ കഴിഞ്ഞു. നമുക്കറിയാം തിരുവനന്തപുരം നഗരസഭയിൽ ഏതാണ്ട് 58 ചില്ലറ ശതമാനം, ഏതാണ്ട് 2.6% മറ്റോ ആണെന്ന് തോന്നുന്നു, ഞാൻ കൃത്യമായ കണക്ക് ഓർക്കുന്നില്ല, അത്രയും പോളിംഗ് ശതമാനമാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. അതിനുശേഷം ഇപ്പോൾ ഇതാ നമ്മുടെ മലബാർ പ്രദേശത്തെ, അതായത് തൃശ്ശൂർ മുതലുള്ള കാസർഗോഡ് വരെയുള്ള 7 ജില്ലകളിലെ വോട്ടെടുപ്പും കഴിഞ്ഞിരിക്കുന്നു. ഇന്നലെ CPM ജില്ലാ കമ്മിറ്റി, CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദന്റെ സാന്നിധ്യത്തിൽ യോഗം ചേർന്നു. ജില്ലാ കമ്മിറ്റി മാത്രമല്ല, ജില്ലാ സെക്രട്ടേറിയറ്റും യോഗം ചേർന്നു. ഇവിടെ ശക്തമായ ഒരു വിലയിരുത്തൽ ഉണ്ടായി. എത്ര സീറ്റുകൾ CPM നേടും, എവിടെയെല്ലാം ജയിക്കും, എവിടെയൊക്കെ തോക്കും, ഏതൊക്കെ വാർഡുകളിൽ കടുത്ത മത്സരം നടന്നു, ഏതൊക്കെ വാർഡുകളിലെ ഫലമാണ് പ്രവചിക്കാൻ കഴിയാത്തത് എന്നൊക്കെയുള്ള ചർച്ച അവിടെ നടന്നു. ആ ചർച്ച ഒരു വലിയ പൊട്ടിത്തെറിയിലാണ് അവസാനിച്ചത്. കൂട്ടയടി നടന്നു എന്ന് ഞാൻ പറയുന്നില്ല, പക്ഷേ വലിയ വാക്പോര് അവിടെ നടന്നു എന്നാണ് മാധ്യമങ്ങൾ ഒന്നൊഴിയാതെ റിപ്പോർട്ട് ചെയ്യുന്നത്. എനിക്ക് തോന്നുന്നു കൈരളി TV ഒഴിച്ച് ബാക്കി എല്ലാ ചാനലുകളും, ബാക്കി എല്ലാ വാർത്താ മാധ്യമങ്ങളും ഇക്കാര്യം റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. CPM-ന്റെ ജില്ലാ കമ്മിറ്റി ഓഫീസിൽ വിലയിരുത്തൽ നടത്തിയപ്പോൾ ജില്ലാ സെക്രട്ടറി V ജോയി കണക്കുകൾ അവതരിപ്പിച്ചു. അവിടെ നടന്ന ചർച്ചകളെക്കുറിച്ച് ഞാൻ കൂടുതൽ ആഴങ്ങളിലേക്ക് പോകുന്നില്ല. പൊതുവെയുള്ള ഒരു വിലയിരുത്തൽ ഏതാണ്ട് 50 സീറ്റിന് താഴെ 45 സീറ്റിലേക്ക് CPM ഏറ്റവും വലിയ ഒറ്റക്കക്ഷിയായി ഒതുങ്ങും.
10 സീറ്റുകളിലെ മത്സര ഫലം പ്രവചിക്കാൻ കഴിയില്ല. അത്ര കടുത്ത മത്സരമാണ് നടന്നിരിക്കുന്നത്. ഉദാഹരണത്തിന് പേട്ട ശക്തമായ ത്രികോണ മത്സരമായിരുന്നു. അവിടെ ആര് ജയിക്കുമെന്ന് ആർക്കും പറയാൻ കഴിയുന്നില്ല. കോൺഗ്രസും CPM-ഉം BJP-യും അവിടെ ശക്തമായ മത്സരം കാഴ്ചവെച്ചു. പക്ഷെ ആരും ആത്മവിശ്വാസത്തോടുകൂടി പറയാൻ അവർക്ക് സാധിക്കുന്നില്ല ഞങ്ങൾ ജയിക്കും എന്ന് 3 കൂട്ടരും പറയുന്നില്ല. ഒരല്പമെങ്കിലും ഒരു പടി മുകളിൽ, ഒരു പണത്തൂക്കം മുന്നിൽ നിൽക്കുന്നത് BJP ആണെന്ന് എനിക്ക് തോന്നുന്നു. കാരണം അവിടെ നേരത്തെ കൗൺസിലറായിരുന്ന P. അശോക് കുമാറാണ് മത്സരിച്ചത്. അദ്ദേഹം നേരത്തെ പാൽക്കുളങ്ങരയിലെ കൗൺസിലറായിരുന്നു. പാൽക്കുളങ്ങരയ്ക്ക് തൊട്ടടുത്ത് കിടക്കുന്ന വാർഡാണ് പേട്ട. ഈ പേട്ടയിലെ നിരവധി ആൾക്കാർ, അദ്ദേഹം ഒരു അധ്യാപകനായിരുന്ന കാര്യം നമുക്കറിയാം. അദ്ദേഹം തിരുവനന്തപുരത്ത് ഏറ്റവും നന്നായി കെമിസ്ട്രി ട്യൂഷൻ എടുക്കുന്ന അധ്യാപകനായിരുന്നു. അദ്ദേഹത്തിൻ്റെ ട്യൂഷൻ സെന്ററിൽ വന്ന് പഠിച്ച നിരവധി വോട്ടർമാർ, 100 കണക്കിനല്ല 1000 വോട്ടർമാർ പേട്ട വാർഡിലുണ്ട്. അതാണ് അദ്ദേഹത്തിൻ്റെ വിജയ പ്രതീക്ഷയും. എന്തായാലും അതവിടെ നിൽക്കട്ടെ. അത് രാഷ്ട്രീയത്തിന് അതീതമായ ഒരു ബന്ധമാണ്, ഗുരുശിഷ്യ ബന്ധമാണ്. അതുകൊണ്ട് ഒരാൾ ജയിച്ചു വരും എന്നൊന്നും ഞാൻ പറയുന്നില്ല. പക്ഷേ എങ്കിലും സാധ്യത തള്ളിക്കളയാൻ സാധിക്കില്ല. മറ്റൊന്ന്, ഈ കഴക്കൂട്ടം നിയോജക മണ്ഡലത്തിലെ വാർഡുകളിലെ ജയപരാജയങ്ങളെക്കുറിച്ച് വലിയ ചർച്ച അവിടെ നടന്നു. അവിടെ മിക്ക വാർഡുകളിലും സ്ഥാനാർത്ഥി നിർണയം നടത്തിയത് കടകംപള്ളി സുരേന്ദ്രൻ ഏകപക്ഷീയമായിട്ടാണ് എന്ന അഭിപ്രായം ജില്ലാ കമ്മിറ്റിയിൽ ഉയർന്നു. അത് ചർച്ചയായി എന്നാണ് അറിയാൻ കഴിയുന്നത്. അങ്ങനെ ആ വിഷയം ചർച്ചയായപ്പോൾ അതിനെ എതിർത്തുകൊണ്ട്, അത് ഈ കടകംപള്ളിയുടെ ഏകപക്ഷീയമായ നിലപാടുകൾ ദോഷം ചെയ്തു, പല സ്ഥാനാർത്ഥികളും തോക്കാൻ അത് ഇടയാക്കും, വലിയ രീതിയിൽ റിബലുകൾ CPM-നുണ്ടായി. പലരും, അതായത് സീറ്റ് കിട്ടുമെന്ന് ഉറപ്പിച്ച് കഴിഞ്ഞ 2-3 വർഷങ്ങളായിട്ട് വാർഡുകളിൽ പ്രവർത്തിച്ചിരുന്ന ആൾക്കാരെ മാറ്റി നിർത്തിയിട്ട് പുതിയ ആൾക്കാരെ കൊണ്ടുവന്നു. വളരെ പെട്ടെന്ന് ആകസ്മികമായിട്ട് നൂലിൽ കെട്ടി ഇറക്കിയതുപോലെ ചില സ്ഥാനാർത്ഥികൾ കടന്നു വന്നു. അത് കഴക്കൂട്ടം നിയോജക മണ്ഡലത്തിലെ വാർഡുകളിൽ CPM-ന് വലിയ തിരിച്ചടിയാകും എന്ന വിലയിരുത്തൽ പാർട്ടിക്കുണ്ട്. ഇത് വെച്ചുകൊണ്ടാണ് ജില്ലാ കമ്മിറ്റിയിലും ജില്ലാ സെക്രട്ടേറിയറ്റിലും പലരും സംസാരിച്ചത്. ഇത് കടകംപള്ളിക്ക് വലിയ ആക്ഷേപമായി. കടകംപള്ളി രൂക്ഷമായ എതിർപ്പുമായിട്ട് ഇതിനെ നേരിട്ടു. വലിയ രീതിയിൽ അദ്ദേഹം ഈ ഒരു വിലയിരുത്തൽ തെറ്റാണ് എന്ന ഒരു നിലപാടാണ് എടുത്തത്. ആ നിലപാടിനെ ചോദ്യം ചെയ്തുകൊണ്ട് മുന്നോട്ട് വരാനും അംഗങ്ങൾ തയ്യാറായി. അത് ഈ പറഞ്ഞതുപോലെ ഒരു സംഘർഷത്തിലേക്കൊന്നും പോയില്ലെങ്കിലും രൂക്ഷമായ വാക്പോരിൽ അത് കലാശിച്ചു. ഒടുവിൽ കടകംപള്ളി തലയും താഴ്ത്തി ജില്ലാ കമ്മിറ്റിയിൽ നിന്ന് പുറത്തേക്ക് പോയി. അദ്ദേഹം ഇറങ്ങിപ്പോവുകയല്ല, ബഹിഷ്കരിക്കുകയല്ല ചെയ്തത്. യോഗം തീർന്നിട്ട് അദ്ദേഹം വളരെ നിശബ്ദനായിട്ട് ഇറങ്ങിപ്പോയി എന്ന റിപ്പോർട്ടാണ് പൊതുവെ മാധ്യമങ്ങളിലൊക്കെ വരുന്നത്. എന്തായാലും CPM-ന് തിരുവനന്തപുരം നഗരസഭയിൽ ഒരു സെറ്റ് ബാക്ക് ഉണ്ടാകും എന്ന് പാർട്ടി തന്നെ വിലയിരുത്തുന്നതായി മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു. നമ്മൾ പറയുന്നതല്ല, CPM-ന്റെ തന്നെ വിലയിരുത്തൽ പല രീതിയിൽ പുറത്തു വരുന്നത് മാധ്യമങ്ങൾ, മുഖ്യധാര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നു. നമുക്ക് നാളെ കൃത്യമായിട്ട് രാവിലെ ഒരു 10 മണിയോടുകൂടി ട്രെൻഡുകൾ മനസ്സിലാവും. ഏതാണ്ട് 11 മണിയോടുകൂടി തന്നെ ഫലം ഏറെക്കുറെ അറിയാനാകും. എന്തായാലും തിരുവനന്തപുരം നഗരസഭ ആർക്കും ഭൂരിപക്ഷമില്ലാത്ത ഒരു സഭയായി മാറിത്തീരാനുള്ള സാഹചര്യം തള്ളിക്കളയാൻ കഴിയില്ല. ഒരു പക്ഷേ CPM-നെ വെട്ടി BJP ഏറ്റവും വലിയ ഒറ്റക്കക്ഷിയായാലും അത്ഭുതപ്പെടാനില്ല എന്നാണ് പൊതുവെയുള്ള വിലയിരുത്തൽ. അത് നാളെ രാവിലെ 11 മണിയാകുന്നതോടുകൂടി വളരെ കൃത്യമായ കണക്കുകൾ പുറത്തു വരും. അപ്പോൾ നമുക്ക് അറിയാൻ സാധിക്കും. എന്തായാലും CPM സംസ്ഥാന സെക്രട്ടറിയുടെ സാന്നിധ്യത്തിൽ, അതായത് MV ഗോവിന്ദൻ്റെ സാന്നിധ്യത്തിൽ ജില്ലാ സെക്രട്ടേറിയറ്റ്, ജില്ലാ കമ്മിറ്റി യോഗങ്ങളിൽ ഇത് സംബന്ധിച്ച വലിയ ചർച്ച നടന്നു. പാർട്ടിക്ക് തീരാ നാണക്കേട് ഉണ്ടാകാൻ പോവുകയാണ് എന്ന മട്ടിൽ കാര്യങ്ങൾ അവതരിപ്പിക്കപ്പെട്ടു. അതുപോലെ തന്നെ നേമമണ്ഡലത്തിലെ ചില നേതാക്കളെ പേരെടുത്ത് പറഞ്ഞ് വിമർശിക്കുന്ന കാര്യങ്ങൾ അവിടെ നടന്നു. അതേസമയം
അതിനൊക്കെ അതേ ആൾക്കാർ ആരൊക്കെയാണോ വിമർശനത്തിന് വിധേയരായത് അവർ അതിന് മറുപടി പറഞ്ഞു. അത് ഈ പറഞ്ഞതുപോലെ ഒരു കൂട്ടപ്പൊരിച്ചിലിന് കാരണമായിട്ടുണ്ട്. അത് കൂടുതൽ വഷളാകാതെ അതിനെ നിയന്ത്രിക്കാൻ ജില്ലാ സെക്രട്ടറിയോ പാർട്ടി സെക്രട്ടറിയോ തയ്യാറായില്ല എന്നും സൂചനയുണ്ട്. അതെന്തിൻ്റെയോ ഒരു സൂചനയാണ്. അതെന്താണെന്ന് നമുക്ക് വിശദമായിട്ട് പിന്നീട് സംസാരിക്കാം. ഇപ്പോൾ നിലവിൽ ലഭ്യമായ വിവരങ്ങൾ വെച്ചിട്ട് CPM വലിയ പ്രതിരോധത്തിലാണ്. തിരുവനന്തപുരം നഗരസഭ ഏതെങ്കിലും വിധത്തിൽ കയ്യിൽ നിന്ന് പോയാൽ അത് CPM-നെ സംബന്ധിച്ചിടത്തോളം 4 പതിറ്റാണ്ടായി തുടരുന്ന അവരുടെ അപ്രമാദിത്വം, നഗരഭരണത്തിലെ തലസ്ഥാന നഗരത്തെ കയ്യിൽ വെച്ചുകൊണ്ടുള്ള അവരുടെ രാഷ്ട്രീയ കളിക്ക് കിട്ടുന്ന ഏറ്റവും നല്ല മുഖമടച്ചുള്ള അടിയായിരിക്കും. അത് സഹിക്കാൻ CPM-ന് സാധിക്കുമെന്ന് തോന്നുന്നില്ല. പാർട്ടി വലിയ പ്രതിസന്ധിയിലേക്ക് പോകും എന്ന് തീർച്ചയാണ്. ഈ പരാജയത്തിൻ്റെ കാരണങ്ങൾ വിശദീകരിക്കാൻ പാർട്ടി നേതാക്കൾ വെള്ളം കുടിക്കും എന്നുള്ള കാര്യവും തീർച്ചയാണ്. നമുക്ക് കാത്തിരുന്ന് കാണാം. നാളെ രാവിലെ ഏതാണ്ട് 11 മണിയാവുമ്പോൾ ഇതിനെക്കുറിച്ചുള്ള കൃത്യമായ വിവരങ്ങൾ പുറത്തു വരും.